അപ്പം നമ്മൾ ഡൽഹിയിൽ കാണാനുള്ളതെല്ലാം കണ്ടു. ഇപ്പം നമ്മൾ ഹരിയാനയിലുള്ളത്. നമ്മൾ കുളു പൊക്കോണ്ടിരിക്കുവാണ്. ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. വണ്ടി ഫുൾ അഴുക്കാണ്. അപ്പോൾ നമ്മൾ അണ്ടർബോഡി ഉൾപ്പെടെ വാഷ് ചെയ്യുകയാണ്. ഇൻറ്റീരിയർ ക്ലീൻ എല്ലാം ചെയ്യണം. ഇനി നമുക്ക് കുറേ ട്രാവൽ ചെയ്യാനുള്ളതാണ്. നമ്മൾ വണ്ടി ഫുള്ള് വാഷ് ചെയ്തു. ഇനി നമ്മൾ കുളുവിലോട്ട് യാത്ര തിരിക്കാൻ പോവാണ്. വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം പറക്കി വെച്ചു, സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുളു എത്താറായിട്ടുണ്ട്. ഞങ്ങൾ കുളുവിലെത്തിയേക്കുവാണ്. ഞങ്ങൾ ഇങ്ങനെ ഒന്നെല്ലാം കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇവിടെ നമുക്ക് മഞ്ഞൊക്കെ കാണാൻ കഴിയും. ഇനി മണാലിലോട്ട് പോകണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. നമ്മൾ മണാലിക്ക് പോകുന്ന വഴി കുറച്ച് ഡ്രൈ ഫ്രൂട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടലോട്ട് വന്നേക്കുവാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും പിന്നെ കാഷ്നട്ട്, ബദാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ചെറിയൊക്കെ അവൈലബിൾ ആണ്. കുളുവിനും മണാലിക്കും ഇടയ്ക്കുള്ളൊരു ഹോം സ്റ്റേയിലാണ്. ഇതാണ് നമ്മളെടുത്തേക്കുന്ന വീട്. ഇങ്ങനെ റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഷെൽഫ്, അലമാരയുണ്ട്. അതുപോലെ 2 റൂമിൽ കൂടെ ഒറ്റ കോമൺ ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ നേരെ വരുമ്പോഴത്തേക്കും ഇവിടെ ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൗകര്യമുണ്ട്. ഫുള്ള് മഞ്ഞാണ്. ഇവിടെ മൊത്തം അങ്ങ് ആപ്പിളാ. ഇവിടെ മൊത്തം മാറടേ, ഇവിടെ മൊത്തം അങ്ങ് ആപ്പിള്. ആപ്പിളും കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ കേട്ടോ. എങ്ങനെയൊക്കെ പറിക്കുന്നേ? എങ്ങനെ ആപ്പിൾ പറിക്കുന്നത് കാണിച്ചേ. കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം കോഫി റെഡി ആയിട്ടുണ്ട്. ഇവരുടെ തന്നെ ഹോട്ടൽ ഇവിടെ ഉണ്ട്. മീൻസ് ചെറിയൊരു മെസ്സ് പോലെ. ഇവിടെ എന്ത് പറഞ്ഞാലും നമുക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ കുറേ ഐറ്റം വാങ്ങിയിട്ടുണ്ട്. മെയിൻലി വാങ്ങിക്കുന്നത് ബിരിയാണി, അതുപോലെ തന്നെ കപ്പ, മീൻ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ അവരെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റൂം എടുത്തേക്ക അവരുടെ വകയാണ് ക്യാമ്പ് ഫയർ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം ഒന്ന് കാണാം. അപ്പം ഇവിടാണ് നമ്മുടെ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നമ്മളെ പറഞ്ഞായിരുന്നല്ലോ, ഇവിടായിട്ടാണ്
പുള്ളിക്കാരത്തെ എല്ലാം കാര്യവും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടൻ ഗ്യാസിൻ്റെ അടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് എത്ര രൂപയായി? ഇത് ഓൺലൈൻ ആമസോണിൽ മേടിച്ച എനിക്ക് തോന്നുന്നു 2700 ആ റേഞ്ചിൽ കൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് 3 ദിവസം കൊണ്ട് കിട്ടിയായിരുന്നു. നമുക്കിത് ബോക്സ് ആയിട്ടാണ് വരുന്നത്. 3 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ടോട്ടല് 6 കുറ്റി ഗ്യാസുണ്ട്. 3 മണിക്കൂർ നിൽക്കുമെന്നാണ് പറഞ്ഞത്, അതായത് ഈ ഒരു ബോട്ടിൽ. ഇതാണ് നമ്മുടെ സ്റ്റൗ. ഇതാണ് നമ്മൾ ഗ്യാസ് വെച്ച് ഇതാക്കുന്നത്. ഈ ഗ്യാപ്പുണ്ട്. ഗ്യാസിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇക്കാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വാഷി വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ ഈ പാക്കറ്റ് ഇടുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിച്ച് നമ്മുടെ ചൂടുവെള്ളം ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാക്ക് വരുന്നത്. നമ്മളിത് ഡയറക്റ്റ് വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് ഇടും, കുറച്ച് നേരം ചൂടാക്കും, എന്നിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കും. നമുക്ക് മൊത്തം 5 പാക്കറ്റാണുള്ളത്. അപ്പോൾ 5 പേരുണ്ട്. അപ്പം 5 പാക്കറ്റ് ഒരെണ്ണത്തിനകത്ത് 300 ഗ്രാം വെച്ചാണ് വരുന്നത്. ഓരോ പാക്കുകളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം മതിയോ? രണ്ടെണ്ണേ പറ്റൂ. രണ്ടെണ്ണം ഇട്ടാൽ മതി. ഒരു സ്പൂൺ വെച്ചിട്ട് സിസ്റ്റം പ്രസ് ചെയ്ത് സ്പൂൺ എടുക്കും. അവിടെ സ്പൂൺ ഓഫ് ഒന്നും ആക്കണ്ട. സ്പൂൺ എടുക്കാം. പെട്ടെന്ന് എടുത്തോ. ഇത് 2 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ്. വീഴല്ലേ. ഇവിടെ ഒന്ന് പിടിച്ചു. അത് കുളിഞ്ഞെടുക്കാം. കുറച്ച് വേണം വെള്ളം കളയാം. വെള്ളം ഇച്ചിരി ഇങ്ങനെ കളയുന്നു. അത് ഒരു കുഞ്ഞ് അവിടെ നിന്ന് ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ട് ഭയങ്കര ഐഡിയ വെള്ളം വേണം. അവിടെ ഇരിക്കൂ. ഇതിന് വലുതാവും. വലുതും ആവത്തില്ല. അടഞ്ഞ മേളിൽ വെച്ചോ അടപ്പ്. ചൂടൊക്കെ കയറിക്കൊള്ളതിനകത്ത്. ഇനി നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിപ്പം ഈ പാത്രമൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കാം. ഈ പാത്രം ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനുള്ള ടൈമായി. ഒരു മിനിറ്റ്. നീ ഇക്കായൊന്ന് കാട്ടും. അല്ലല്ല എനിക്ക് ഇക്ക പോവല്ലേ. പൊട്ടിക്കാൻ പോവുകയാണ് നമ്മൾ ചൂടാക്കിയ ബിരിയാണി. തറ പോലെ കാണുന്നില്ല ഫ്രണ്ടിൽ മൊബൈല്. അല്ല, ദം ബിരിയാണിയാണ്. ദം ബിരിയാണി. എന്താ കുറച്ചേ ഉള്ളൂ. ഇല്ല കറക്റ്റാ. ഓക്കെ.
അപ്പോൾ നമ്മുടെ ഫുഡ് കഴിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. നമ്മൾ രാവിലെ തന്നെ മണാലിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാം സെറ്റ് ചെയ്തു, എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. നേരെ മണാലിക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. മണാലിയിലോട്ട് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. കാറ്റ് കഫേ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ നമുക്ക് എല്ലാ ഫുഡും കിട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കാം. നമ്മളിപ്പം മണാലിയിൽ എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ സൊലാൻ വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് വേറൊരു വണ്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് പോകുന്നത്. ट्रैफिक लगेगा ना? हाँ ओके। लास्ट में और आएगा ना, बीच में लेडीज होता है, उनके पास यूज किया होता है। നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് സൊലാങ് വാലിയിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകളാണ്. ഫുള്ള് ബ്ലോക്കാണ്. തീയുടെ പെട്ടി ഉൾപ്പെടെ കിട്ടിയോ? കുളു മണലിയിലെ യുവതികൾ കിളവി ദുരിതങ്ങൾ सलांग वैली को जाता है रोड, ये रोहतांग पास के जाता है ये वाला। ओ ये वाला वो क्लोज है ना रोहतांग वाला? नहीं यार, कोठी गांव तक जाता है, वहां पर फुल स्नो है। फुल स्नो है रोहतांग पास में, फुल स्नो है। हां, यहां से 4 किलोमीटर आगे जाएगी गाड़ी। हां 4 किलोमीटर പോകും. ആ പാലം അടാ ഇവിടെ എവിടെയാണ് വണ്ടി പാർക്കാനുള്ള സ്ഥലം? നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിതിന് മണ്ടയ്ക്കൂടെ വേറൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടി പോവാണ്. ഡ്രസ്സൊക്കെ മാറ്റി ഇട്ടു. അങ്ങനെ ഞങ്ങൾ കുതിരയുടെ മുകളിൽ കയറി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചുറ്റും മഞ്ഞാണ്, മഞ്ഞും മലകളും. അടിപൊളി സംഭവമാണ്. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേർക്ക് ഒരാൾക്ക് 200 രൂപ വെച്ച് ഞങ്ങൾ വരിവരിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും ചുറ്റും മഞ്ഞുകൾ മാത്രം.
അങ്ങനെ വിശാലമായ മഞ്ഞും മലയും കുതിരയും അടിപൊളിയാണ്. എല്ലാവരും ലൈഫിൽ വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. കുളു മണാലിയിലെ സൊലാങ് വാലിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാറായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കിട്ടുന്നത്. ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾ 5 പേരുണ്ട്. കുതിര സവാരി കയറി സുവണ്ണില്ല സുവണ്ണില്ല ഹേ സുവണ്ണില്ല രാമല്ല. വളരെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫിൽ വൺസ് എ വൈൽ. എൻ്റെ കോണുണ്ട് ഇവിടെ. മുകൾ ഭാഗത്ത് ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഏരിയാസ് ഉണ്ട്. അടിപൊളിയാണ്. എന്റെ കുതിരയ്ക്കൊരു ചരിവ്. ഈ കുതിരയിൽ കയറുന്നത് വളരെ മനോഹരമായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ വണ്ടി ഞങ്ങളുടെ വണ്ടി മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവരാഞ്ഞാണ്. കാരണം ഇവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. കാണാവുന്നതേ ഉള്ളൂ. നടന്നു പോകാൻ പോലും സ്ഥലം കുറവാണ്. ഫുള്ള് ബ്ലോക്കാണ്. വണ്ടി കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഞാനും എൻ്റെ കുതിരയും. എൻ്റെ കുതിര ഒരു മനോഹരമായിട്ട് ഈ കുതിരയുടെ കൺട്രോൾ എൻ്റെ ഇല്ല. അഷ്കറെ, വണ്ടി കൊണ്ടുവരാഞ്ഞത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ തീരുമാനം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അല്ലേ? എൻ്റെ കുതിരയ്ക്ക് എന്തൊക്കെ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. അല്ല, എൻ്റെ വെയിറ്റ് കാരണത് മാണ്ട് പോകുന്നു ഡൗട്ട്. എന്തായാലും പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അതെ, രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത് പോയതുപോലെ we are riding on a horse. Isn't it? Oh, very good experience, eh? क्या कर रहा हो तू? अरे ചോട്ടു, ജിമ്നി അവിടെ കയറി കിടക്കത്തേ ഉള്ളൂ. ഇവിടെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. ജിമ്നി ഉണ്ട്. എല്ലാ സംസ്ഥാനത്തിലെ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, എല്ലാ സംസ്ഥാനങ്ങളിലെ ആൾക്കാരുണ്ട്. ഇവിടെ മൊത്തം ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. വി ആർ ദ ടോപ്പ് ഓഫ് ദ സൊലാങ് വാലി പാസ്.
എങ്ങും മഞ്ഞും മലയും മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ അങ്ങനെ ഞങ്ങൾ വരിക്ക് നോക്കിയേ. അവരടുത്ത് പറയാം. അങ്ങനെ ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞു. ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നടന്നു പോകണം. ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ഫുള്ള് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ സ്കീയിങ് ചെയ്യാൻ പോവാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനു മുമ്പേ ഒരാൾ കയറി ഉടഞ്ഞ് വീഴുകയും ചെയ്തു. ാണ് മാറ്. നിക്ക് ഇവൻ വീട് നോക്കട്ടെ. ഉറങ്ങാൻ വന്നെയാണോ? മുറിയോ? क्या हुआ? हरिराम मानंदी क्या हुआ? भाई हो गया. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമ്മക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? ഇവിടെ ഒരാള് വീണിരിക്കുകയാണ് ഗൈസ്. ഞാൻ പിന്നെ എടുക്കാടാ. നീ പിടി അവനെ. അങ്ങനെ അഷ്കർ ദ വ്ളോഗർ ഈസ് ഗോയിങ് ടു പിച്ച വെച്ച് നാൾ മുതൽ കുനി എന്റെ സ്വന്തമായി. പിച്ച വെച്ചെന്നാ അങ്ങനെ അവർ രണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. വീട്
എനിക്ക് പറ്റത്തില്ല കേട്ടോ അത്, ബാലൻസ് കിട്ടില്ലടേ. അവള് ഷൂസിനടുത്തിരിക്കുന്നു. നീ പോയി നിന്നിട്ട് ഷൂസിന് താഴെ നിന്നിട്ട് അവളഞ്ഞു പറഞ്ഞത് വേണ്ട വേണ്ട. നമുക്ക് ഈ പാക്കേജിനൊരു വേറെ എന്തെങ്കിലും കിട്ടുമോ? ഉണ്ട്. എങ്കിൽ കുഴപ്പമില്ല. ഇനി സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ വേണ്ട അതുണ്ട്, ബലൂൺ ഉണ്ട്. നിക്കവിടെ. ആ മറി മറി. തെന്നി പേടി. ഓ ദ only one. Aska. खड़े मत हो हाँ. ഒരെണ്ണം വീഡിയോ കിട്ടിയിരിക്കുന്നു, ഫയൽ ബാം വീണിരിക്കുന്നു. Tell me, what is your experience? Thrilling. Very thrilling. Okay, fine, good one, man in Manali. Yeah, you have 4 legs. Yes, you can. Yes. Yeah, come on. Ready? Hold your marks. Ready? Set. Go. അഷ്കർത്ത വ്ളോഗർ പറയുകയാണ്, കുറച്ചും കൂടെ പിൻഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് മാക്സിമം സ്ട്രെച്ചിൽ സ്കീം ചെയ്യാൻ പറ്റുമെന്ന്. എടാ ഒരു കോള് വരുന്നു, വിഷ്ണു കുറുപ്പ്. വിഷ്ണു കുറുപ്പ് കോള് വരുന്നു, കട്ട് ചെയ്യുവാണേ. Yes. Bye bye. रास्ता दो. सामने देखो ना. अभी छोड़ ना. Yes. Come on. Yes. എന്ത് വന്നാലും ഒരു തുള്ളി പോലും ചലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഴാൻ പോവുകയാണ്. യെസ്, ഞാൻ മതി. ഞാൻ ഒരുക്കുവാണ്. ആടെ മണവാളൻ. Sing in the rain and sing in the rain. आपके फोन में चल जाएगा. स्टैंड पे अच्छा है हमारा पास. അതാണ് ഓ സോറി എന്നെ കണ്ണാടി. സെറ്റ് ആയിക്കോണ്. ഇങ്ങോട്ടൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഈ അടുത്ത് നമ്മള് ഇതിനകത്ത് കയറി താപ്പോട്ട് പോകാൻ പോവാം. ഇതിനകത്ത് റൈഡ് ചെയ്യാൻ പോവാണ്. ഇത് നേരെ പോയി താഴേക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താഴെയാണ്. താപ്പോട്ട് പോവാണ്.
ഓരോരുത്തരായിട്ട് സപ്പോർട്ട് വരും. ബ്രേക്കിട് എഴുതേറ്റോ. നിങ്ങൾ ബ്രേക്ക് ഒന്നും പിടിക്കണം, തന്നെ ബ്രേക്ക് പിടിച്ചോളത്. टिकट को था ചവിട്ടി കൊല്ലടാ കൊല്ല്. ലൈൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നല്ല ക്യൂ ഒക്കെ ഉണ്ട്. സിപ്പ് ലൈനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അഷ്കർ വ്ളോഗർ, ദ വ്ളോഗർ, കുളു വ്ളോഗർ റെഡിയാണ്. വിശാലമായ സ്ഥലമാണ്. ബ്യൂട്ടി, വെരി വണ്ടർഫുൾ. നോ ഹോൾഡ്. അങ്ങനെ അവർ പോയിരിക്കുകയാണ്. He is ready. ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഇവിടെ വന്നു. ഇനി ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോവാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി താഴെ വേറൊരു സ്ഥലത്ത് ഇട്ടിട്ട് നമ്മളൊരു ഗൈഡിനെ എടുത്തായിരുന്നു പുള്ളിയെ വണ്ടിക്കാണ് വന്നത്. നമ്മൾ നഷ്ടമൊന്നുമില്ല എന്തായാലും ഗൈഡിനെ എടുത്തോണ്ട്. നല്ല കപ്പയും മീൻകറിയും. നമുക്ക് ബ്രെഡ് മേടിക്കണം കേട്ടോ. ബട്ടർ മേടിച്ച് നമുക്കിത് കഴിക്കണം. ഏതാ ചീസ് നല്ലതാ ബട്ടർ നല്ലതാ? നമ്മളപ്പം നമ്മുടെ വണ്ടി ഇട്ടെടുത്ത് വന്നേക്കുവാണ്. നമ്മുടെ ഗൈഡാണ്. താങ്ക് യു. ഓക്കെ.